അതാ ആത്മാവിനെ അതാ മലക്കുകൾ ഊരിപ്പറിച്ചെടുക്കുകയാണ്, ഊരി വലിച്ചെടുക്കുകയാണ്. ഇരുമ്പിന്റെ ഒരു ദണ്ടിനാണ് സഫൂദ് എന്ന് പറയുന്നത്. അതിന്റെ നാലു ഭാഗത്തേക്കും കൊളുത്തുകളുള്ള, നാലു ഭാഗത്തേക്കും ഇങ്ങനെ കൊളുത്തുകളുള്ള ഒരു ഇരുമ്പിന്റെ ദണ്ടെന്ന് ചിന്തിച്ചോളൂ. ആ ഇരുമ്പിന്റെ ദണ്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട് എവിടെ? പഞ്ഞിക്കെട്ടിനകത്ത്. പിന്നീട് ആ പഞ്ഞിക്കെട്ടങ്ങ് നനച്ചാലോ, മിനസ്സൂഫിൽ മബ്ലൂൽ, നനയപ്പെട്ട നനഞ്ഞിട്ടുള്ള പഞ്ഞിക്കെട്ടിനകത്ത് നിന്ന് ഈ കൊളുത്തുകളുള്ള ഇരുമ്പിന്റെ ദണ്ട് വലിച്ചെടുക്കാൻ എത്ര ഊക്കുപയോഗിക്കണം, എത്ര ശക്തി വേണം? അത് വലിച്ചെടുക്കാൻ കഴിയുമോ? അത്രമാത്രം വളരെ പ്രയാസകരമായ നിലക്കാണ് കാഫിറിന്റെ ജീവൻ പോകുന്നത്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ദുആ ചെയ്യാൻ പറഞ്ഞത് ഈ ഒരവസ്ഥയിൽ നിന്നാണ്. ഇങ്ങനെ വരരുത്, ഇങ്ങനെ സംഭവിക്കരുത്, മുസ്ലിമായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത് എന്ന് പറയുന്നത് ഈ ഒരു ഘട്ടത്തെ കുറിച്ചാണ്. ആ ഘട്ടത്തിൽ ഇങ്ങനെ വലിച്ചൂരുകയാണ്. ആ ഊരലിന്റെ കാഠിന്യം, ആ സമയത്ത് നടക്കുന്ന കാര്യങ്ങളതാ വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ. വലൗ തറാ ഇദിൽ ളാലിമൂന ഫീ ഗമറാത്തിൽ മൗത്ത്, മരണത്തിന്റെ വേദനയുടെ ഘട്ടത്തിൽ അക്രമം പ്രവർത്തിച്ച ആളുകളെ കുറിച്ച് നബിയെ നിങ്ങളെങ്ങാനും കണ്ടിരുന്നുവെങ്കിൽ അത് സഹിക്കാനാവില്ല കേട്ടോ. വൽ മലായികത്തു ബാസിതു ഐദീഹിം, മലക്കുകളുടെ അവരുടെ കരങ്ങളെ നിവർത്തിപ്പിടിച്ചിരിക്കുകയാണ്. പുറത്തേക്കിറങ്ങാൻ മടി കാണിച്ച് പേടിച്ച രണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങളിലേക്ക് ചുളിപ്പോകുന്ന ആത്മാവിനോടതാ അഖ്രിജൂ അൻഫുസകും, ഇറങ്ങടോ പുറത്തേക്ക്, പുറത്തേക്കിറക്കടോ എന്ന കൃത്യമായ നിലക്കുള്ള ആ ഒരു ആക്രോശമാണ് മലക്കുകളുടെ ഭാഗത്ത് നിന്നുള്ളത്. എന്താ നിങ്ങൾക്കിന്ന് പുറപ്പെടാനൊരു മടി? അല്യൗമ, ഇന്നത്തെ ദിവസം തുജ്സൗന, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു, നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കപ്പെടുന്നതാണ്. അദാബൽ ഹൂനി, നിന്ദ്യമായ ശിക്ഷയിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങളൊക്കെ ആരായിരുന്നോ? ബിമാ കുന്തും തഖൂലൂന അലല്ലാഹി ഗൈറൽ ഹഖി, അള്ളാന്റെ ദീനിനെ കുറിച്ച് കള്ളം പറഞ്ഞവരല്ലേ. അള്ളാനെ പറ്റി പറയാൻ പാടില്ലാത്തത് നിങ്ങൾ പറഞ്ഞില്ലേ. അള്ളാനെ പറ്റി നിങ്ങൾ പരിഹസിച്ചില്ലേ. അള്ളാന്റെ ദീനിനെ പറ്റി നിങ്ങൾ അരുതാത്തത് പറഞ്ഞവരാണ്. അതുകൊണ്ട് ഇറങ്ങൂ പുറത്തേക്ക്. മാത്രമല്ല വകുന്തും, നിങ്ങളായിരുന്നുവല്ലോ അന്നായാതിഹി, പടച്ച റബ്ബിന്റെ ആയത്തുകളൊക്കെ എന്ത് കേട്ടാലും അതൊരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ തള്ളിവിട്ടു എന്നതല്ലാതെ കിബിറന്മാരായിരുന്നില്ലേ. വകുന്തും അന്നായാതിഹി തസ്തക്ബിറൂൻ, നിങ്ങൾക്കൊരായത്ത് കേൾക്കുമ്പോ അരുത് സഹോദര, അങ്ങനെ ചെയ്യരുത്. അള്ളാന്റെ ഖുർആൻ അത് വിലക്കിയതാണ്, നബി തങ്ങളുടെ ഹദീസിൽ അത് വിലക്കിയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോ വല്ല മുസ്തക്ബിറ, അഹങ്കരിച്ചുകൊണ്ട് തലതിരിക്കലല്ലേ നിന്റെ പരിപാടി. കല്ലം യസ്മഅഹ, ഞാനൊന്നും കേട്ടിട്ടേ ഇല്ലാത്തവനെ പോലെ ആയത്ത് കേട്ടാലും ഹദീസ് കേട്ടാലും എന്ത് കേട്ടാലും എനിക്ക് കുലുക്കമില്ല എന്ന നിലക്ക് തെമ്മാടിയായി, ധിക്കാരിയായി, അഹംഭാവിയായി ജീവിച്ച മനുഷ്യ, അതിന്റെ തിക്തഫലം ഇന്ന് മുതൽ നീ അനുഭവിക്കാൻ പോകുന്നു. ഇറങ്ങൂ പുറത്തേക്ക്. ഇതാണ് ആ നിലക്കുള്ള അദാബിന്റെ മലക്കുകൾ അവനോട് പറയുന്നത്. ആ ഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ഇക്കാര്യം സൂറത്തുൽ അംഫാലിലും അതുപോലെ തന്നെ സൂറത്ത് മുഹമ്മദിലും ഒക്കെ പറയുന്നുണ്ട്. സമയദൈർഘ്യം ഭയന്നിട്ട് ഞാൻ ചുരുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഘട്ടത്തിൽ മലക്കുകളതാ യദ്രിബൂന വുജൂഹഹും വഅദ്ബാറഹും, അവരുടെ മുഖത്തടിക്കുന്നുണ്ട്, പൃഷ്ഠഭാഗങ്ങളിൽ അടിക്കുന്നുണ്ട്, ശരീരത്തിൽ മുഴുവൻ മർദ്ദനം അഴിച്ചു വിടുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ നമ്മളാരും ഒരു കാഫിറാവട്ടെ, ഫാജിറാവട്ടെ, മുഅ്മിനാവട്ടെ, ആരുടെയും മരണത്തിന്റെ നേരത്ത് മലക്കുകളെ കണ്ടിട്ടില്ലല്ലോ.
അടിക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ ഉറച്ച് വിശ്വസിക്കുന്നു, ഈമാൻ കാര്യങ്ങളിൽ 6 കാര്യങ്ങളുണ്ട്. അതിൽ രണ്ടാമത്തത് അള്ളാന്റെ മലക്കുകളിൽ വിശ്വസിക്കലാണ്. ആ മലക്കുകളുടെ കൂട്ടത്തിൽ എന്റെയും നിങ്ങളുടെയും അടുത്തേക്ക് വരുന്ന മലക്കുകളെയും വിശ്വസിക്കേണ്ടതുണ്ട്. അവരടിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞാൽ അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ, എന്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ലല്ലോ, അതിനൊന്നും അവിടെ പ്രസക്തിയേ ഇല്ല കേട്ടോ. മലക്കുകൾ അടിച്ചടിച്ചിട്ടാണ് കാഫിറിന്റെയും തെമ്മാടിയുടെയും ഒക്കെ റൂഹിനെ ശരീരത്തിൽ നിന്ന് വലിച്ചു പുറത്തേക്കിടുന്നത്. എന്നിട്ട് നരകീയമായ നിലക്കുള്ള പ്രത്യേകമായ ദുർഗന്ധം വമിക്കുന്ന ഒരു കഫൻ പുടവ, അതിലാണ് അവന്റെ ആത്മാവിനെ ഏറ്റുവാങ്ങിയിട്ട് കൊണ്ടുപോകുന്നത്. അത് സുദീർഘമായി മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചത് നമുക്കതിന്റെ സന്ദർഭത്തിൽ പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ ഘട്ടത്തിലതാ മരണത്തിന്റെ നേരത്ത് നമ്മൾ ഇതൊന്നും കാണുന്നില്ലെങ്കിലും ആ വ്യക്തിയെല്ലാം കാണുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ നോക്കിക്കിടക്കുമ്പോ, നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അതാ അദ്ദേഹം മരണത്തിന്റെ സക്കറാത്തിലാണ്. അദ്ദേഹത്തിന്റെ അവസാന ശ്വാസവും ഇങ്ങനെ പ്രയാസപ്പെട്ട് വലിച്ചു തീരുമ്പോ ആ ഘട്ടത്തെ പറ്റി അല്ലാഹു പറയുന്നുണ്ട്, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ. അതാ റൂഹുൽ ഹുൽഖൂമിൽ എത്തിക്കഴിയുമ്പോ തൊണ്ടക്കുഴിയിൽ റൂഹ് അവസാനമായിട്ട് അവിടെ നിന്ന് പിരിയാൻ പോവുകയാണ്. വഅൻതും ഹീനഇദിൻ തൻദുറൂന, നിങ്ങളൊക്കെ ആ മനുഷ്യനെ ഇങ്ങനെ നോക്കിക്കാണുന്നില്ലേ? പക്ഷേ അവന്റെ അടുക്കലേക്ക് ഇപ്പോ നിങ്ങളെക്കാളെല്ലാം അടുപ്പം ഞാനാണ് കേട്ടോ, നിങ്ങളൊന്നും കാണുന്നില്ല കേട്ടോ. അയാളിപ്പോ എല്ലാം കാണുകയാണ്. അയാൾ കണ്ണു തുറിക്കുന്നുണ്ട്. അയാളുടെ ശരീരത്തിന്റെ അസ്വസ്ഥതകൾ മുഴുവനും പ്രകടമാണ്. അയാൾക്ക് ദുന്യാവിന്റെ ചിന്തകൾ പോയിട്ടുണ്ട്. അയാൾ നോക്കുന്നത് കുടുംബത്തെയല്ല, മക്കളെയല്ല അയാൾ നോക്കുന്നത്. അയാൾ പറയുന്നതൊന്നും ആ കാര്യങ്ങളല്ല. ദുന്യാവിന്റെ ബന്ധം വിട്ടുപോയി ആഖിറത്തിലേക്ക് റൂഹദാ ഇതുവരെ ഇല്ലാത്തൊരു കണക്ഷൻ അയാളുടെ റൂഹിന് ആത്മീയ ലോകത്തേക്ക് കിട്ടിപ്പോയി. ദുന്യാവെന്ന് പുറപ്പെടുന്ന നേരം മുതൽ ആഖിറവുമായിട്ടുള്ള ഒരു കണക്ഷൻ അങ്ങ് വന്നുപോയി. ഇതുവരെ കാണാത്ത പലതും കാണുന്നു, ഇതുവരെ കേൾക്കാത്ത പലതും കേൾക്കുകയാണ്. ആ സമയത്തെ കുറിച്ചാണ് ഖുർആൻ പറയുന്നത്, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ് വദന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സ്സാഖു ബിസ്സാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. റൂഹങ്ങ് തൊണ്ടക്കുഴിയിലെത്തിപ്പോയി. ആരുണ്ടെന്ന് മന്ത്രിക്കാൻ, ആരുണ്ടെന്ന് രക്ഷപ്പെടുത്താൻ? ആ മനുഷ്യൻ തന്നെ ഉറപ്പിച്ചു പോയി, പിരിഞ്ഞു പോവുകയാണ്. ദുന്യാവ് അവസാനിച്ചിരിക്കുന്നു, ആഖിറത്തിലേക്ക് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു. മുഫസ്സിരീങ്ങൾ ഇവിടെ പലതിലക്കും വിശദീകരിക്കുന്നു. എന്താണ് ഈ സാക്കുമായിട്ട് കണങ്കാലുമായി കൂട്ടിപ്പിരിയുന്നു? ഒന്ന് മരണനേരത്തെ വേദനയുടെ കടുപ്പമാണ്, ഒന്ന് മരണത്തിന്റെ നേരത്തിലെ അസ്വസ്ഥതയാണ്. കൈകാലുകൾ ചുരുക്കുന്നു, നീട്ടുന്നു, കൈകാലുകൾ വേദന കൊണ്ട് കൂട്ടിപ്പിണയുകയാണ്, കണങ്കാലുകൾ കൂട്ടിപ്പിരിക്കുകയാണ്, സഹിക്കാനാവാത്ത വേദന കൊണ്ട്. അതേപോലെ തന്നെ മുഫസ്സിരീങ്ങൾ പറയുന്ന മറ്റൊരർത്ഥം, ദുന്യാവിന്റെ കാര്യവും ആഖിറത്തിന്റെ കാര്യവും വളരെ കടുപ്പമുള്ള കാര്യങ്ങളാണല്ലോ. അത് രണ്ടും കൂടെ കൂട്ടിപ്പിണഞ്ഞ നേരത്ത് സഹിക്കാനാകുന്നില്ലല്ലോ, റബ്ബിന്റെ അടുത്തേക്ക് പോവുകയാണല്ലോ. ആ ഒരു പ്രത്യേകമായ ഘട്ടം, ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മലക്കുകൾ ആ സമയത്ത് ഇവന്റെ ആത്മാവിനെ പിടിക്കുന്ന നേരത്ത്, ആ സമയത്ത് ഈ മനുഷ്യന്മാര് കൊതിക്കുകയാണ്. എന്തിനാണ് മലക്കുകളോട് കെഞ്ചുന്നത്? എന്തിനാണ് മലക്കുകളോട് അവർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നത്? ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമീ അൻഫുസിഹിം ഖാലൂ ഫീമ കുൻതും ഖാലൂ കുന്നാ മുസ്തദഅഫീന ഫിൽ അർദി ഖാലൂ വലം തകുൻ അർദുല്ലാഹി വാസിഅതൻ ഫതുഹാജിറൂ ഫീഹാ ഫൗലൈക മഅവാഹും ജഹന്നമു വസാഅത് മസീറാ.
സൂറത്തുൻ നിസായിൽ അല്ലാഹു തആല പറയുന്നു, സ്വന്തം ശരീരങ്ങളോട് അതിക്രമം പ്രവർത്തിച്ചിട്ടുള്ള കക്ഷികൾ മരിക്കുന്ന നേരത്ത്, അവരെ മലക്കുകൾ മരിപ്പിക്കുന്ന നേരത്ത് നല്ലോണം ചിന്തിച്ചോ പ്രിയപ്പെട്ടവരെ. സ്വന്തം ശരീരത്തോട് ളുൽമ് ചെയ്യുമ്പോ ആലോചിച്ചോളണം. ഓരോ തെറ്റുകൾ ചെയ്യുന്നതും സ്വന്തത്തോട് കാണിക്കുന്ന അക്രമമാണെന്ന് ഓർത്തുകൊള്ളണം. സ്വന്തം ശരീരങ്ങളോട് അക്രമം പ്രവർത്തിച്ച് തെമ്മാടികളായി, ധിക്കാരികളായി, ആരെന്ത് പറഞ്ഞാലും എനിക്കത് ബാധകമല്ല, എനിക്കെന്റെ റൂട്ടുണ്ട് ജീവിതത്തിനെന്ന് പറഞ്ഞ് അഹങ്കരിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യന്മാര് മരണത്തിന്റെ നേരത്ത് മലക്കുകളോട് പറയുകയാണ്, കുറച്ചു നേരത്തേക്കൊന്ന് വഴിമാറിത്തരണം. മലക്കുകളുടെ ചോദ്യം എന്താണ്? ഫീമ കുൻതും, എന്തേ ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? ഇത്രയും കാലം നിങ്ങൾ എവിടെയായിരുന്നു? എന്തിനായിരുന്നു? ഖാലു, അപ്പൊ അവര് പറഞ്ഞു നോക്കുകയാണ്, കള്ളമാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? കുന്നാ മുസ്തദ്അഫീന ഫിൽ അർളി, ഭൂമിയിൽ ഞങ്ങൾ പീഡിതരായിരുന്നു, ഭൂമിയിൽ ഞങ്ങൾ കഷ്ടപ്പാടുള്ളവരായിരുന്നു, ദീനനുസരിച്ച് ജീവിക്കണം എന്ന മോഹമുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, ഞങ്ങളുടെ ചുറ്റുപാട് അതിന് അനുവദിച്ചില്ല. അല്ലാഹുവിന്റെ മലക്കുകളുടെ ചോദ്യം, എങ്കിൽ ഖാലു അലം തകുൻ അർദുല്ലാഹ്